ഹലോ. അപ്പൊ ഇന്ന് എൻ്റെ ഉമ്മ നോമ്പുറക്കാനുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ്. അന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ കട്ട്ലേറ്റും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ബീഫൊക്കെ വേഗം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞളും പിന്നെ ഉപ്പും കുരുമുളകിന്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബീഫ് വേവിക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ കട്ട്ലേറ്റിനുള്ള കിഴങ്ങൊക്കെ ഒന്ന് നടു കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ബിരിയാണി ആകുമ്പോൾ കുറച്ചധികം പണിയാണല്ലോ അല്ലെ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ബിരിയാണി അല്ലേ വെക്കണുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കണം. ബീഫിന്റെ ഇതാകുമ്പോൾ കുരുമുളക് നല്ലതാണല്ലോ അല്ലെ ഇടുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ ജാറിലിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തു. പിന്നെ അത് ബോട്ടിൽ തിരയാം കേട്ടോ. നല്ല ഉണങ്ങിയ ഒരു കഴുകി വെച്ച ബോട്ടിൽ വേണം. അപ്പൊ അതൊക്കെ തിരഞ്ഞ് അതിലേക്ക് ഒഴിച്ച് ബോട്ടിലാക്കി അടച്ചു വെച്ചു. ആവശ്യത്തിനുള്ളത് എടുത്തും ചെയ്തു കേട്ടോ. പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തു. ഉള്ളി പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തു. ഷടപ്പട്ടയെന്നാണ് കേട്ടോ പരിപാടികൾ. തക്കാളി അതുപോലെ വേഗം അരിഞ്ഞു. അങ്ങനെ നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാ മസാലകളും റെഡിയാക്കുന്നതിന്റെ ഇടയിൽ തന്നെ കിഴങ്ങും ചിക്കനും കൂടി വേവിക്കാൻ വെച്ചു. ഒന്നിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളെ ബിരിയാണിക്കുള്ള എല്ലാ വെജിറ്റബിളും ഇവിടെ സെറ്റാക്കി വെച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് മസാല റെഡിയാക്കാം. ബീഫൊക്കെ ഇട്ടുകൊടുത്ത് മസാല റെഡിയായി അടിപൊളിയായി. നമുക്ക് മല്ലിയിലും കരിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കാണ്. നമ്മള് ഇതൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തു. അടിപൊളി ബിരിയാണി ഇവിടെ സെറ്റാക്കി നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടപ്പടയുന്ന ഒരു തിരക്കായിരുന്നു കേട്ടോ. ഓരോന്ന് വീഡിയോ എടുക്കാനുള്ള നേരം ഉണ്ടായില്ല. പിന്നെ എന്റെ കൈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും കൈ ഒഴിവുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വീഡിയോ നമുക്ക് പരിപൂർണമായിട്ടില്ല. ഏതായാലും സംഭവങ്ങളൊക്കെ റെഡിയായി ബാങ്ക് കൊടുത്തു. അൽഹംദുലില്ലാഹ് നോമ്പ് തുറ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരും നോമ്പൊക്കെ തുറക്കാണ്. ചോറൊന്നും ഇപ്പൊ കഴിക്കില്ല കേട്ടോ. ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു. ഇനി അടച്ചു വെക്കും. പിന്നെ നമ്മുടെ ഈ വോയിസിന്റെ ഇടയിൽ ഒരു ചെറിയ പൊട്ടലും ചീറ്റലും ഒച്ച കേൾക്കാണ്ടല്ലേ, അത് നമുക്ക് അടുത്ത വീട്ടിലുള്ള ഒരു അലക്കാണ് കേട്ടോ. അതിന്റെ ശബ്ദമാണ്. അങ്ങനെ രണ്ട് ഉമ്മാരും മക്കളും ഞങ്ങളും എല്ലാരും കൂടി സന്തോഷമായിട്ട് നോമ്പൊക്കെ തുറന്നു. അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരാട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.